ഇതാണ് ലേസർ ഡയോഡിൻ്റെ VI ക്യാരക്ടറിസ്റ്റിക്സ് സ്റ്റഡി ചെയ്യാനുള്ള സർക്യൂട്ട്. ഇതിലത്തെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈൻസ് എല്ലാം കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം. അതിനനുസരിച്ച് പ്രോബ്സ് ഒപ്റ്റോ ഇലക്ട്രോണിക് സോഴ്സ് ആൻഡ് മെഷർമെൻറ്റ് യൂണിറ്റിലോട്ട് ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി. എന്നിട്ട് വോൾട്ടേജും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ടും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെഷർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പ്ലോട്ട് ഒരു ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ഈ എക്സ്പെരിമെൻറ്റ് ഫിനിഷ് ആവും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഈ സർക്യൂട്ട് ഡയഗ്രാം വൃത്തിക്ക് പോസിറ്റീവും നെഗറ്റീവും ഒന്നും തെറ്റാണ്ട് മാർക്ക് ചെയ്യാം. ഇനി ഈ ലേസർ മൗണ്ട് ഉള്ള ഇതിൽ നമുക്ക് ഓൾറെഡി ഈ V+, V-, A+, A- എന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമുക്ക് ജസ്റ്റ് അത് കൃത്യമായിട്ട് വോൾട്ട് മീറ്ററിലും അമ്മീറ്ററിലേക്കും ഇൻപുട്ട് സോഴ്സിലോട്ടും കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എക്സ്പെരിമെൻറ്റ് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഇതിൽ നമ്മളിപ്പോൾ കണക്ട് ചെയ്ത് കാണിക്കുന്നില്ല, ബട്ട് പറയുന്ന രീതിയിൽ കൃത്യമായിട്ട് വോൾട്ട് മീറ്ററിലും അമ്മീറ്ററിലും കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് VI ക്യാരക്ടറിസ്റ്റിക്സ് എടുക്കാവുന്നതുള്ളൂ. അപ്പോൾ ഈ A-, A+ എന്നുള്ളത് അമ്മീറ്റർ 1 എന്നുള്ള ഇതിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അതിൽ റെഡ് ഉള്ളത് പോസിറ്റീവും ബ്ലാക്ക് കളർ ഉള്ളത് നെഗറ്റീവാണ്. അപ്പോൾ അതിൽ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും A+ ആൻഡ് A-. അപ്പോൾ A+ എന്നുള്ളത് റെഡിലോട്ട് കണക്ട് ചെയ്യുക, A- ഉള്ളത് ബ്ലാക്കിലോട്ട് കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ വോൾട്ട് മീറ്ററിലോട്ട് V+ ആൻഡ് V-, അതായത് V പോസിറ്റീവ് ആൻഡ് V- എന്ന് എഴുതിയേക്കുന്നതാണ് വോൾട്ട് മീറ്ററിലോട്ട് കണക്ട് ചെയ്യേണ്ടത്. ഇനി ലാസ്റ്റ് വരുന്ന Vin+ ആൻഡ് Vin- ഉണ്ട്. അത് നമ്മൾ അടിയിൽ കാണുന്ന 0 to 5 വോൾട്ട് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നതോടേക്ക് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തതിന് ശേഷം ഈ കാണുന്ന നോബ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ വോൾട്ടേജും വോൾട്ട് മീറ്ററിൻ്റെ അവിടെ വോൾട്ടേജും അപ്പുറത്തെ അമ്മീറ്ററിൻ്റെ അവിടെ കറണ്ടും ചേഞ്ച് ആവുന്നത് കാണാം. ഒരു 1.6 വോൾട്ട് ഒക്കെ ആവുമ്പോഴൊക്കെയായിരിക്കും ഇത് ലേസർ ഓൺ ആവുന്നത്. അപ്പോൾ ഒരു 2.07 റേഞ്ചിൽ വരെ വോൾട്ടേജ് കൊടുത്താൽ മതി. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ടും എഴുതിയെടുക്കുക. അതിന് ശേഷം ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം.